ഒക്കെ നടത്താനായിട്ട് പറ്റാതെ വന്നത്. 30/5 ഈ മെയ് മാസം 30-ാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട വാസവൻ സാറും ഒക്കെ ചേർന്ന് ഇവിടെ നടന്ന മീറ്റിങ്ങിൽ ഈ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം തീരുമാനമാവുകയും അത് ഒരു ടൈം ലൈൻ വെച്ച് ഈ വർക്ക് ഒരു ജൂലൈ 31 ഒരു കൗണ്ട് ഡൗൺ പോലെ ഒരു ടൈം ലൈൻ പോലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും മറ്റും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പം മറ്റേ ബിൽഡിങ് ഡീമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ എവിടെ 2 മാസത്തേക്കിനുള്ള ഒരു ഓപ്പറേഷൻ മുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ തിയേറ്റർ തീരുക എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ഒരു കെട്ടിടം കെട്ടുന്ന പോലല്ല ഒരു ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ച് ഒരു സർജിക്കൽ ബ്ലോക്ക്. അല്ലല്ല, യന്ത്രസാമഗ്രികൾ പുതിയ ഹോസ്പിറ്റലിലേക്ക് അഡീഷണലായിട്ട് വന്ന യന്ത്രസാമഗ്രികൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എക്യുപ്മെൻറ്റ്സിൽ ഏതാണ്ട് പകുതിയോടടുത്ത എക്യുപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, ബാക്കി കുറച്ചുകൂടി വരാനായിട്ടുണ്ട്. പക്ഷേ അത് നേരത്തെ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ 10 തിയേറ്ററുകളോളം ഉണ്ട്. അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് തന്നെ നമുക്ക് വീണ്ടും അതെല്ലാം ആധുനിക ഉപകരണങ്ങൾ തന്നെയാണ്, അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എക്യുപ്മെൻറ്റ്സിൻ്റെ താമസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. രോഗികളും കൂട്ടിരിപ്പുകാരുമല്ല, ജീവനക്കാർ, നഴ്സുമാരടക്കമുള്ളവർ അതിൻ്റെ ഒരു ശോച്യാവസ്ഥ നേരത്തെ അറിയിച്ചിരുന്നോ? അല്ല, ആ ബിൽഡിങ്ങിൻ്റെ ഒരു ബലക്ഷയമുള്ള കെട്ടിടമാണെന്ന് നമുക്ക് ഏതാണ്ട് 10-12 വർഷമായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ ഉള്ളതാണ്. അപ്പോൾ അവിടെ ചെറിയ ഇപ്പം തേച്ച മുകളിലത്തെ പ്ലാസ്റ്ററുകൾ വീഴുകയൊക്കെ ചെയ്യുന്ന ഇഷ്യൂസ്. അതുകൊണ്ട് ആ ബിൽഡിങ്ങിനെ നമുക്ക്, പക്ഷേ അറിയാമല്ലോ, ഒരു സർജിക്കൽ ബ്ലോക്കിനെ ഇത്ര ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടത്തെ വളരെ നിസ്സാരമായി നമുക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമല്ല. അത് പല രീതിയിലുള്ള പഠനങ്ങളും PWD കൂടാതെ തന്നെ മറ്റ് ഏജൻസികളെ കൊണ്ടുമൊക്കെ പഠിപ്പിച്ച് അതിനകത്ത് ആശയക്കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. പല റിപ്പോർട്ടുകളും ചിലത് റിട്രോഫിക്സേഷൻ എന്ന് പറയുന്നൊരു മാർഗം ഉപയോഗിച്ച് അതിനെ ബലപ്പെടുത്തി നിലനിർത്താവുന്നുള്ള റിപ്പോർട്ടുകൾ സൂചന വന്നിട്ടുണ്ട്. ഡിമോളിഷൻ വന്നിട്ടുണ്ട്. ഈ ഡിസംബർ മാസത്തോടുകൂടിയാണ് അതിൻ്റെ സ്ട്രക്ചറൽ പഠനങ്ങൾ പൂർത്തിയാക്കിയത്. ഡിമോളിഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കില്ല. ഇവിടെ ഈ സർജിക്കൽ ബ്ലോക്ക് വരുമ്പം പോലും ആ കെട്ടിടത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം സ്ഥല ദൗർലഭ്യമുണ്ട്, എപ്പോഴും ഫ്ലോറിൽ പേഷ്യൻസ് ഉണ്ട്. ആ കെട്ടിടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ റിട്രോഫിക്സേഷൻ നടത്തി ശരിയാക്കാം എന്നുള്ളൊരു നിർദ്ദേശം ചില പഠനങ്ങളിൽ നിന്ന് വന്നപ്പോൾ ആ ഒരു സാധ്യതയൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിരുന്നു. 12 വർഷം എന്ന് പറയുന്നത് ഇല്ല, അത് 12 വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘകാലമാണ്, ശരിയാണ്. പക്ഷേ ആ കെട്ടിടം ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ ബിൽഡിങ് മാറ്റി അതിന് സമാനമായിട്ടോ അതിനും മികച്ച ഒരു ബിൽഡിംഗ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കാലയളവെടുക്കും. അത് ഈ ബിൽഡിങ്ങിൻ്റെ 2018 ഈ ബിൽഡിങ്ങിനുള്ള സാങ്ഷൻസ് ഒക്കെ വന്നത്. അതന്നേരത്തേക്കിന് കോവിഡിൻ്റെ കാലഘട്ടമായി പോയി 2 വർഷം. ആ 2 വർഷം കൊണ്ട് ഡിലേ വന്നു. പിന്നീട് 2021 മുതൽ ഈ ബിൽഡിംഗ് വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ലെവൽ വരെ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്? ഈ പ്രളയവും കോവിഡും അല്ലാതെ കാലഘട്ടത്തിൽ താമസം വന്നിട്ടുണ്ട്. പിന്നീട് ഈ അവസാനത്തെ 2-3 മാസം ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫൈനൽ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ വളരെ ഏതാണ്ട് ടൈം ഷെഡ്യൂളിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടിരുന്നത്. പണിയുടെ കാലതാമസം അല്ലെങ്കിൽ അതിന്റെ സാങ്കേതികത ഒക്കെ നിലനിൽക്കുമ്പോൾ ആ സാങ്കേതികത്വം പറഞ്ഞൊരു അപകടകരമായ ഒരു കെട്ടിടത്തിൽ രോഗികളെ ഈ ഇത്രയും റിപ്പോർട്ടുകളുള്ള സ്ഥാനത്ത് പാർപ്പിക്കാൻ പറ്റും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സമാന്തര സംവിധാനം ഉണ്ടാക്കണം. ആ കെട്ടിടത്തിൻ്റെ അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്ന ഭാഗം 11-ാം വാർഡിൻ്റെയും 14 വാർഡിൻ്റെയും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് സംശയമൊന്നുമില്ല. 11-ഉം 14-ഉം ക്ലോസ്ഡ് ആയിരുന്നു. 11-ാം വാർഡിലും 14-ാം വാർഡിലും ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പുതിയത്, ഇപ്പം ആ പഴയ കെട്ടിടത്തിലാണെങ്കിൽ പോലും പേഷ്യൻസ് നമുക്കോട്ട് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സിലാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 10-ാം വാർഡിലെ ടോയ്ലറ്റ് കോംപ്ലക്സിലാണ് ഈ അപകടം ഇന്നലെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, പ്രധാനമായിട്ട് ഈ ശുചിമുറിയോട് ചേർന്ന് വരുന്ന ഭാഗമാണ് കൂടുതലായിട്ട് പല കെട്ടിടങ്ങളിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. വെള്ളമിറങ്ങി ഈ അവിടെ ആ ഭാഗമാണ് പൂർണ്ണമായിട്ടും ബലക്ഷയത്തിന് കാരണമാകുന്നത്. എല്ലാ വർഷവും ഒരു അറ്റകുറ്റപ്പണി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഈ കെട്ടിടങ്ങൾ മാറ്റേണ്ടതില്ലേ? അങ്ങനെ ഒരു പരിശോധന നടത്തുന്നില്ല ഇവിടെ? തീർച്ചയായിട്ടും സേഫ്റ്റി ഓഡിറ്റും ആനുവൽ ആയിട്ടുള്ള അസറ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടി നമ്മൾ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിമോളിഷൻ തീരുമാനമായ കെട്ടിടമായതുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നമ്മളിനി അവിടെ ചെയ്തില്ലെങ്കിൽ പോലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അവിടെ ഉണ്ടാക്കുകയും അത്യാവശ്യം വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടോയ്ലറ്റ് 11-ലെയും 14-ലെയും ടോയ്ലറ്റുകൾ അടച്ചു തന്നെയാണ് ഇട്ടിരുന്നത്. അത് ആർഎംഒയും ഒക്കെ ചേർന്ന് അത് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങോട്ടുള്ള ഒരു ആക്സസ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്ന കാര്യത്തിൽ അതാണ് ഈ അന്വേഷണത്തിൽ വേണ്ട ഒരു കാര്യം. വീഴ്ച അങ്ങോട്ടുള്ള അത് അതിനായിട്ടാണ്
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം കാലം ആ 2 ടോയ്ലറ്റ് കോംപ്ലക്സിലേക്കുള്ള എൻട്രി നിരോധിക്കുകയും അവിടുന്ന് അടച്ചിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ബോർഡുകളോ മറ്റോ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാനായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണത്തിനായിട്ട് കളക്ടർ ഇന്നിവിടെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10-ാം വാർഡിലാണ് ഈ അപകടം, ഈ ആളുണ്ടായിരുന്നെന്ന് പറയുന്നത്. 11-14 നമ്മൾ അടച്ചു എന്ന് പറയുന്നു. ഇത് ഒറ്റ കെട്ടിടത്തിൽ ഇരിക്കുമ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ അടച്ചിടുകയും അതിപ്പോൾ ഒരു സ്ഥലം തുറന്നിടുകയും ചെയ്യുന്നത് മൊത്തത്തിൽ ബാധിക്കുകയല്ലേ? നമുക്ക് പ്രായോഗികമായിട്ടുള്ള നമുക്കിപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി റിട്രോസ്പെക്റ്റീവ്ലി നമുക്കതേപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ പ്രായോഗികമായിട്ടൊരു ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ കോട്ടയം ജില്ല മാത്രമല്ല, സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല, ഏറ്റവും വിദൂരം. ഇപ്പം ഇന്നലെ തന്നെ ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടായ കുട്ടി വയനാട്ടുകാരാണ് വരുന്നത്. കണ്ണൂർ മുതൽ കൊല്ലം വരെയുള്ള ഒരു വലിയ സ്ട്രെച്ചിലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ആർക്കും ചികിത്സ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾക്ക് അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും കെട്ടിടം പോലെ നമുക്ക് പൂർണ്ണമായിട്ടും ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് എല്ലാ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കി തന്നെയാണ് ഞങ്ങൾ പോയിരുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അതിനെപ്പറ്റി അന്വേഷണം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കട്ടെ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പിപുനു സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് 11ഉം 14ഉം വാർഡുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങോട്ടുള്ള എൻട്രി നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്ന് സംശയമുണ്ട്. എന്തായാലും അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. ഇത്രയും 68 വർഷമൊക്കെ പഴക്കമുള്ള ഒരു കെട്ടിടമായതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കണമായിരുന്നു എന്നൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിലെ പൊതുവായിട്ടുള്ള ആശുപത്രികൾ, ഇപ്പോൾ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകർ എഴുതുന്നുണ്ട്. ചില പ്രേക്ഷകർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെക്കുറിച്ച് ചില ബ്ലോക്കുകളെ കുറിച്ച് പറയുന്നു. പല ആൾക്കാർക്കും പല അഭിപ്രായമുണ്ട്. എല്ലാം ഒന്നും ശരിയാകണമെന്നില്ല. പ്രായോഗികമായിട്ട് ചിന്തിക്കാതെയും ആൾക്കാരുടെ അഭിപ്രായം അയച്ചെന്ന് വരും.